ഞാനും കുഞ്ഞിപ്പെണ്ണും അമലുകുട്ടനോട് കോതമംഗലം വരെ പോവാണ് അമലുവിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഡിൻ്റെയൊക്കെ അവസ്ഥ വളരെ ശോചനീയമായിട്ട് കിടക്കുവാണ്. റോഡ് പണി നടക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ നടുനീണ്ടി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തട്ടുകടയിൽ കയറിയിട്ട് ഞങ്ങൾ നല്ല ബജ്ജി കഴിച്ചിട്ട് അവിടെ ഭയങ്കര എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടുള്ള ബജ്ജികളുണ്ടാവും. സോ അത് കഴിച്ചു. എന്നിട്ട് തണ്ണിമത്തങ്ങ ജ്യൂസ്, ആക്ച്വലി ഇതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിനുശേഷം നമ്മൾ പനം തെങ്ങ്, എനിക്കറിയത്തില്ല എൻ്റെ പേര് കേട്ടോ, എന്തോ പൊങ്ങോ അങ്ങനെ, നമ്മുടെ റാണിക്കല്ലിൻ്റെ അവിടെ നിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ റാണിക്കല്ല് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ കാണുമെങ്കിലും ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ സേതുലക്ഷ്മി ബായി ആണ് ഈ ഒരു റോഡ് 1106 മറ്റേ നമ്മുടെ മലയാള മാസം ഉണ്ടല്ലോ, മലയാള വർഷം, ആ ഒരു ടൈമിലാണ് ഇത് ഓപ്പൺ ചെയ്തത്. അതാണ് പറയുന്നത്. ആ സാധനം നമ്മൾ വാങ്ങിച്ചിട്ട് അത് ഒരു കുമ്പിള് പോലെ നമുക്ക് തന്നിട്ടത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര ഒരു അലവലാതി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പൊങ്ങ് കടിച്ച് തിന്നുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേര്യമംഗലം പാലമൊക്കെ ഇറങ്ങി. പാലമൊക്കെ കാണാൻ രസമുണ്ടായിരുന്നു. നല്ല വെയിലുള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് നന്ദൂട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു കാറുള്ള ഒരു പേര് ജീപ്പ് വാങ്ങിച്ചു. എന്നിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഈഞ്ചത്തൊട്ടിയിലേക്ക് അവളെയും കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ അവളും എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ വന്നിട്ട് കുറേ നാളായല്ലോ. അപ്പോൾ ഇതാണ് അമലുവും കുഞ്ഞാവയും. ബാക്കിൽ നിന്ന് കാണിക്കുന്നുണ്ടോയെന്ന് തോന്നരുത്, അവൾ തിരിഞ്ഞ് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് നന്ദൂട്ടനാണെങ്കിൽ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ നമ്മളെ കണ്ടപ്പോൾ തൊട്ട്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഈ തൂക്കുപാലം ഭയങ്കര പേടിയാണ്. അപ്പോൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ച് പേടിയൊന്നും ഇല്ലാത്ത പോലെയൊക്കെ ആക്ട് ചെയ്ത് വരും. പക്ഷേ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിച്ച് രണ്ട് കൈ വിടാണ്ട് പിടിച്ച് വിറച്ചാണ് അതിലമ്പഴി നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. എന്തായാലും കണ്ടോ, ഇപ്പോൾ കൈയൊക്കെ മാറ്റി. അതിനുശേഷം നമ്മൾ വിശന്നുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പം അമല് പറഞ്ഞു അവിടെ കോതമംഗലത്തൊക്കെ അറിയാവുന്നൊരു കടയുണ്ട്, അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പാനിപൂരിയും ദഹിപൂരിയും അതുപോലെ സമൂസ ചാട്ടും ഒക്കെ വാങ്ങിച്ചു. എല്ലാത്തിനും ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ മൊമോസ് വാങ്ങിച്ചു. ഇത് പെരി പെരി മൊമോസാണ്. അതുപോലെ തന്നെ ഇത് ക്രീമി മൊമോസാണ്. അങ്ങനെ കുറേയൊക്കെ നല്ലതായിരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണ ഒരു ഷൂ വേണമായിരുന്നു, നാളെ അവൾ പോവുകയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കല്ലടയിൽ കയറിയിട്ട് അവിടെ നിന്നൊരു ഷൂ വാങ്ങിച്ചു. പിന്നെ വേഗം വന്ന് മീൻസ് 10 മണിയാകുമ്പോഴത്തേനും സവിത അടയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നേര്യമംഗലം സവിതയെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഓരോരുത്തരും ഓരോരോ, ഞാൻ ഹാഫ് ബിരിയാണി, അതുപോലെ കുഞ്ഞിപ്പെണ്ണ അൽഫാം, അമൽക്കുട്ടനാണെങ്കിൽ എന്തായാലും പറയുന്ന പിടിയും കോഴിയും ഒക്കെയാണ് കഴിച്ചത്. പിന്നെ കുഞ്ഞിപ്പെണ്ണ പൊറോട്ടയും കുബൂസും ഒക്കെ അമൽക്കുട്ടൻ അവസാനം കഴിച്ചു. കാര്യം അതൊന്നും അവൾ കഴിക്കത്തില്ല, ചുമ്മാ വാങ്ങി വയ്ക്കും എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താണ്, കുഞ്ഞിപ്പെണ്ണ അൽഫാം കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടും കുഞ്ഞിപ്പെണ്ണ അൽഫാം കഴിഞ്ഞിട്ടില്ല. അവളതിനെ കിള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിയാണെങ്കിലും അതിൻ്റെ ആ ഒരു ബോളൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ചാറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നല്ല ചൂടിന് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അവന് നല്ല ചൂടിന് ചായ കൊണ്ട് കൊടുത്ത് അവനത് കഴിച്ചത്. മേ ബി നമുക്ക് കുറച്ച് ഫിഷൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രിയായിട്ട് നമ്മൾ വീഡിയോ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു, കാര്യം നൈറ്റ് ഡ്രൈവിൻ്റെ ഒരു ഓർമ്മയ്ക്ക്.